നമസ്കാരം. അദാനി ഗ്രൂപ്പിനെതിരായ കോഴ ഓഹരി തട്ടിപ്പ് കേസുകൾ പിൻവലിച്ച US നീതിന്യായ വകുപ്പിന്റെ നടപടിയിൽ വൻ വഴിത്തിരിവ്. കേസ് തള്ളിയതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള പരസ്പര ആനുകൂല്യ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കി സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഗൗതം അദാനിയോട് US കോടതി ഉത്തരവിട്ടു. സോളാർ ഊർജ്ജ കരാറുകൾ സ്വന്തമാക്കുന്നതിനായി ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് വൻ തുക കോഴ നൽകിയെന്നും അഴിമതി വിരുദ്ധ നിലപാടുകളെക്കുറിച്ച് നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ച ഓഹരി തട്ടിപ്പ് നടത്തിയെന്നുമുള്ള ആരോപണത്തിലാണ് 2024 അദാനിക്കെതിരെ US നീതിന്യായ വകുപ്പ് കുറ്റപത്രം സമർപ്പിച്ചത്. ലോകത്തിലെ തന്നെ പ്രമുഖ ശതകോടീശ്വരന്മാരിൽ ഒരാളായ അദാനിക്കെതിരെയുള്ള ഈ കേസ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ജൂലൈ 8 പുറപ്പെടുവിച്ച ഉത്തരവിൽ കേസ് തള്ളുന്നതുമായി ബന്ധപ്പെട്ട് പണമോ മറ്റ് ആനുകൂല്യങ്ങളോ പകരമായി നൽകുന്ന തരത്തിലുള്ള ഏതെങ്കിലും കരാറുകളെക്കുറിച്ച് അറിവുണ്ടോ എന്ന് വ്യക്തമാക്കാൻ US ഡിസ്ട്രിക്ട് ജഡ്ജി നിക്കോളാസ് ഗറാഫിസ് അദാനിക്ക് ജൂലൈ 15 വരെ സമയം അനുവദിച്ചു. ഗൗതം അദാനി, അദ്ദേഹത്തിന്റെ അനന്തരവൻ സാഗർ അദാനി, അദാനി ഗ്രീൻ എനർജി എക്സിക്യൂട്ടീവ് വിനീത് ജെയിൻ എന്നിവരുൾപ്പെടെയുള്ള 8 പേർക്കെതിരായ കുറ്റപത്രം റദ്ദാക്കാനുള്ള US നീതിന്യായ വകുപ്പിന്റെ തീരുമാനവും US ഡിസ്ട്രിക്ട് കോടതിയും തമ്മിലുള്ള കടുത്ത ഭിന്നതയ്ക്കിടയിലാണ് പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത്. അതേസമയം വാർത്ത പുറത്തുവരുമ്പോൾ സംഭവത്തിൽ അദാനി ഗ്രൂപ്പ് വക്താക്കൾ പ്രതികരണമൊന്നും ലഭ്യമാക്കിയിട്ടില്ല. കേസ് പിൻവലിക്കാൻ നീതിന്യായ വകുപ്പ് സമർപ്പിച്ച ഹർജി തികച്ചും ചുരുങ്ങിയതും വ്യക്തതയില്ലാത്തതുമാണെന്ന് നിരീക്ഷിച്ച ജഡ്ജി ഗ്രാഫിസ് ജൂൺ 26 കേസ് പിൻവലിക്കുന്നതിനുള്ള കൃത്യമായ കാരണങ്ങൾ ബോധിപ്പിക്കാൻ നീതിന്യായ വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് മറുപടിയായി ജൂലൈ 4 പ്രിൻസിപ്പൽ അസോസിയേറ്റ് ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ ട്രെന്റ് മക്കൌട്ടർ കോടതിയിൽ വിശദീകരണം നൽകി. കേസ് തള്ളുന്നതിനുള്ള തീരുമാനത്തിന്റെ അന്തിമ നിർണായക പങ്ക് തനിക്കാണെന്ന് വ്യക്തമാക്കിയ മക്കൌട്ടർ നീതിന്യായ വകുപ്പിന്റെ ഹർജിയിൽ തെറ്റായൊന്നുമില്ലെന്നും 1 വർഷം മുൻപ് തന്നെ ഉപേക്ഷിക്കേണ്ടിരുന്ന കേസിലാണ് ഇത്രയും കാലം പ്രതികൾ അനിശ്ചിതത്വത്തിൽ കഴിഞ്ഞതെന്നും വാദിച്ചു. മാധ്യമങ്ങളുടെ അടിസ്ഥാനരഹിതമായ വാർത്തകളുടെ മേൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തെറ്റായ തീരുമാനമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേസ് ഒഴിവാക്കി തന്നാൽ US സമ്പദ് വ്യവസ്ഥയിൽ വൻതോതിൽ നിക്ഷേപം നടത്താമെന്ന് അദാനി ഗ്രൂപ്പ് വാഗ്ദാനം ചെയ്യുന്ന തരത്തിൽ പ്രചരിച്ച മാധ്യമ റിപ്പോർട്ടുകളെക്കുറിച്ചും മക്കൌട്ടർ പരാമർശിച്ചു. കേസ് പ്രാഥമികമായി ഇന്ത്യയിലെ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നും അമേരിക്ക ലോക പോലീസുകാരനായി മാറി വിദേശത്ത് ഇടപെടുന്നത് സ്വന്തം രാജ്യത്തെ വിഭവങ്ങൾ നഷ്ടപ്പെടുത്തുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൂടാതെ ആരോപണങ്ങൾ ഇന്ത്യയിലെ അധികൃതർ അന്വേഷിച്ച് തെളിവിൽ നിന്ന് കണ്ടെത്തിയതാണെന്നും മക്കൌട്ടർ കൂട്ടിച്ചേർത്തു. അദാനി ഗ്രൂപ്പിനെ പ്രതിനിധീകരിക്കുന്ന പ്രമുഖ നിയമസ്ഥാപനമായ സലിവൻ ആൻഡ് ക്രോംവെല്ലിലെ അഭിഭാഷകരുമായി നീതിന്യായ വകുപ്പ് ചർച്ച നടത്തിയത് മക്കൌട്ടർ സ്ഥിരീകരിച്ചു. കേസിലെ നിയമ നടപടികൾ തുടർന്നാൽ US-ലേക്ക് നടത്താനിരിക്കുന്ന വൻ നിക്ഷേപങ്ങൾ തടസ്സപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടി കേസ് തള്ളാൻ അദാനിയുടെ അഭിഭാഷകർ വാദിച്ചത് തികച്ചും സ്വാഭാവികമാണെന്നും എന്നാൽ ഇങ്ങനെയൊരു നിക്ഷേപ വാഗ്ദാനം ഇല്ലെങ്കിലും കേസ് തള്ളാൻ താൻ ആവശ്യപ്പെടുമായിരുന്നുവെന്നും മക്കൌട്ടർ വിശദീകരിച്ചു. എന്നാൽ മക്കൌട്ടറിന്റെ ഈ പ്രസ്താവനകൾ കേസ് തള്ളിയതിന് പിന്നിൽ കോടതി ഇതുവരെ അറിയിക്കാത്ത ചില പ്രത്യേക കരാറുകളോ ധാരണകളോ ഉണ്ടായിരിക്കാമെന്ന സംശയം വർദ്ധിപ്പിക്കുന്നതായി ജഡ്ജി നിക്കോളാസ് ഗറാഫിസ് ചൂണ്ടിക്കാട്ടുന്നു. ജൂൺ 24 അദാനിയുടെ അഭിഭാഷകർ നൽകിയ കത്തിൽ കേസ് അവസാനിപ്പിക്കാൻ US-ൽ നിക്ഷേപം നടത്താമെന്ന വാഗ്ദാനത്തെക്കുറിച്ച് യാതൊരു പരാമർശവും ഉണ്ടായിരുന്നില്ല എന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ട്.